കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ കഥയുടെ ബാക്കിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത്. സുന്ദർബാനിലെ ഒരു വേട്ടക്കഥയാണ്. അവിടുത്തെ ഗ്രാമങ്ങളെ വിറപ്പിച്ച നരഭോജിയായ ഒരു കടുവയെ കൊന്ന കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടുത്തെ വനംവകുപ്പിൻ്റെ ചുമതലയുള്ള DFO ആണ് ആ കടുവയെ വെടിവെച്ച് കൊല്ലുവാൻ നേതൃത്വം നൽകിയത്, ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടെ. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടം വരെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അദ്ദേഹം ഒരു ഫാമിൻ്റെ അരികിലേക്ക് പോകുകയും അവിടെ ഒരു വലിയ മരത്തിൽ മച്ചാൻ കെട്ടിയതും ആ മച്ചാൻ മറ്റു മരങ്ങൾ കൊണ്ടും അതിൻ്റെ ശാഖകൾ കൊണ്ടും ഇലകൾ കൊണ്ടും മറച്ചു വെച്ചതും വരെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ മച്ചാൻ്റെ താഴെ ഒരു ഇര വെക്കേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹത്തിന് വന്നതുകൊണ്ട് അദ്ദേഹം വനത്തിലേക്ക് പോയി. സുന്ദർബാൻ വനത്തിൽ ധാരാളമായി കാണപ്പെടുന്ന കാട്ടുപന്നിയെ വെടിവെക്കുവാൻ വേണ്ടി കനാലിൻ്റെ വായ്ഭാഗത്തേക്ക് പോകുന്നതും അവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഒരു കാട്ടുപന്നിയെ അയാൾ കാണുന്നതും അതിനെ നിറയൊഴിക്കുവാൻ വേണ്ടി തൻ്റെ .222 റൈഫിൾ എടുത്ത് തോളിൽ വെക്കുന്നത് വരെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത്. കഴിഞ്ഞ വീഡിയോ കണ്ടില്ല എങ്കിൽ പോയെന്ന് കാണുക. അതിൻ്റെ ലിങ്ക് മുകളിൽ ഐക്കണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. ഇനിയും നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. എന്നിൽ നിന്നും 70 യാർഡ് അകലെ ഞാൻ ആ കാട്ടുപന്നിയെ കണ്ടു. എന്നാൽ അവരെന്നെ കണ്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പതിയെ 2-3 സ്റ്റെപ്പ് കൂടി മുന്നിലേക്ക് വെച്ചു. അതിനുശേഷം ഞാൻ അവിടേക്ക് കൊണ്ടുപോയ എൻ്റെ .22 റൈഫിൾ എടുത്ത് തോളിലേക്ക് ഉയർത്തി. കൂട്ടത്തിലെ സാമാന്യം വലിപ്പമുള്ള ഒരു ആൺ കാട്ടുപന്നിയുടെ നേരെയാണ് ഇപ്പോൾ എൻ്റെ തോക്കിൻ്റെ കുഴൽ ചൂണ്ടിയിരിക്കുന്നത്. കാട്ടിൻ്റെ ഗതി ഇപ്പോൾ എനിക്ക് അനുയോജ്യമാണ്. ഞാനൊരു ബ്രോഡ് സൈഡ് ഷോട്ട് എടുത്തു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ നടന്നു. കൃത്യമാർന്ന എൻ്റെ ഷോട്ട് 40 ഗ്രേഡ് ലെഡ് ബുള്ളറ്റ് മൃഗത്തിൻ്റെ തോളിലേക്ക് തുളച്ചു കയറി. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് കാട്ടുപന്നികൾ ജീവനെ ഭയന്ന് മറ്റെവിടേക്കോ ഓടി ഒളിച്ചു. അവനും ഒന്ന് കുതിക്കുകയും നിലത്തേക്ക് വീഴുകയും ചെയ്തു. ഞങ്ങൾ പതിയെ അവിടെ വീണ് കിടന്ന ആ കാട്ടുപന്നിയുടെ അരികിലേക്ക് പോയി. അവൻ അടുത്തുണ്ടായിരുന്ന ഒരു കുറ്റിക്കാടിനോട് ചേർന്ന് കിടക്കുകയാണ്. രക്തമെങ്ങും പരന്നൊഴുകുന്നു. അവിടെ ചത്തുകിടന്ന ആ കാട്ടുപന്നിയുടെ ശരീരം ഞാനൊന്ന് പരിശോധിച്ചു. അടന്നു കുറിച്ച കൃത്യമായ ഷോട്ട് അവൻ്റെ തോളിന് പിന്നിലെ മൃദുവായ ഭാഗത്തിലൂടെ അത് തുളച്ച് ഹൃദയത്തിൽ വന്ന് നിന്നിരിക്കുന്നു. അങ്ങനെയാണ് അവൻ കൊല്ലപ്പെട്ടത്. എന്നെ സഹായിക്കുവാൻ വേണ്ടി അവിടേക്കെത്തിയ ഫോറസ്റ്റ് ഗാർഡുകൾ ആ കാട്ടുപന്നിയുടെ ശരീരം എടുത്തുയർത്തി. ഏകദേശം 135 കിലോയിൽ കുറയാത്ത ഭാരമുണ്ടെന്ന് അവർ പറഞ്ഞു. സാമാന്യം നല്ല ഭാരമുള്ള ആ കാട്ടുപന്നിയുടെ ശരീരം എടുത്തുയർത്തിക്കൊണ്ട് ഞങ്ങൾ പതിയെ ഞങ്ങൾ കെട്ടിയ മച്ചാന്റെ അരികിലേക്ക് പോയി. മരങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന മച്ചാൻ അതൊരു അത്ഭുതമായി തന്നെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും മച്ചാലിൽ നിന്നും ഏകദേശം 20 അടി അകലത്തിൽ ഞങ്ങൾ വെടിവെച്ചു കൊന്ന ആ കാട്ടുപന്നിയുടെ ശരീരം കൊണ്ടു കിടത്തി. പതിയെ ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് അവിടെ കാത്തിരുന്നു. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് പതിയെ താഴുവാൻ തുടങ്ങിയ സമയം, പതിയെ അന്ധകാരം എങ്ങും വ്യാപിക്കുവാനും തുടങ്ങിയ സമയം, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ മുസ്തഫ ഒഴിച്ച് ബാക്കി എല്ലാവരോടും തിരികെ അവരവരുടെ ഗ്രാമത്തിലേക്ക് പൊയ്ക്കോളുവാനും അവരുടെ കുടിലുകൾക്കുള്ളിൽ കയറി സുരക്ഷിതരായി ഇരുന്നു കൊള്ളുവാനും ഞാൻ പറഞ്ഞു. എന്ത് ശബ്ദം കേട്ടാലും നിങ്ങൾ പുറത്തു വരരുതെന്നും നേരം പുലർന്നിട്ട് മാത്രം ഇവിടേക്ക് എത്തിയാൽ മതിയെന്നും ഞാൻ അവരോട് പറഞ്ഞു. മുസ്തഫയും ഏറ്റ് അവരോട് വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഗ്രാമീണർ അവിടെ നിന്നും പിരിഞ്ഞു പോയ ശേഷം ഞാനും മുസ്തഫയും കൂടി ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന 3 റൈഫിലുകളിലേക്കും തിരകൾ നിറയ്ക്കുകയും സേഫ്റ്റി ക്യാപ്പുകൾ റിമൂവ് ചെയ്ത് വീണ്ടും ലോക്ക് പൊസിഷനിലാക്കുകയും ചെയ്തു. അതിനുശേഷം 3 റൈഫിലുകളുമായി ഞങ്ങൾ പതിയെ മുകളിലേക്ക് കയറി. ഞങ്ങൾക്ക് വേണ്ടി അവിടെ ഒരുക്കിയിരുന്ന മച്ചാനിന് മുകളിലേക്ക് കയറിയിരിക്കുകയും 3 തോക്കുകളും അവിടെ വെക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന 12 ബോറിൻ്റെ റൈഫിൽ ചൂണ്ടിയിരുന്ന സമയം മുസ്തഫ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന റാം ദാവോ എന്ന ഒരായുധം, അല്പം വളഞ്ഞ കൂർത്ത മുള്ളുകളോട് കൂടിയ ഒരായുധമാണ് ഇത്. അതുപയോഗിച്ച് അദ്ദേഹം ആകൃതിയിൽ ഒരു മരത്തിന്റെ ശിഖരം മുറിച്ചെടുത്തുകൊണ്ട് പതിയെ മച്ചാനിലേക്ക് വലിഞ്ഞു കയറി അതെനിക്ക് നൽകി. ഞാനത് മച്ചാനിൽ ഉറപ്പിച്ചു വെച്ചു. എൻ്റെ 12 ബോറിൻ്റെ കുഴൽ അതിൽ വിശ്രമിക്കുവാനും വെച്ചു. ചുറ്റുപാടും ഞങ്ങൾ
സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ചെയ്തു. മുസ്തഫ അല്ലേലും എൻ്റെ മനസ്സ് വായിക്കുവാൻ കഴിവുള്ളവനാണ്. അദ്ദേഹത്തിന് അറിയാം, ഒരു കടുവയെ ട്രാക്ക് ചെയ്തു വരുമ്പോൾ ഒരുപാട് സമയം തൻ്റെ തോക്ക് തോളിലെടുത്ത് വെച്ച് ഉന്നം പിടിച്ച് ചുറ്റുപാടും നോക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി. അത് തികച്ചും ഒരു പാടും പ്രയാസവുമുള്ള കാര്യമാണ്. ആ പ്രയാസം കുറയ്ക്കുവാൻ വേണ്ടിയാണ് എൻ്റെ സുഹൃത്തായ മുസ്തഫ എനിക്ക് വേണ്ടി ആ ഉപകാരം പറയാതെ തന്നെ ചെയ്തത്. അതിൻ്റെ അരികിൽ തന്നെ എൻ്റെ മറ്റൊരു റൈഫിൾ ഞാൻ വെച്ചു. പിന്നെ എൻ്റെ പോക്കറ്റിൽ നിറയെ തിരകൾ നിറച്ച് ലോഡ് ചെയ്ത എൻ്റെ പിസ്റ്റലും ഉണ്ടായിരുന്നു. അതിനു പുറമേ തന്നെ എൻ്റെ അരികിലെ ഒരു വലിയ പാത്രത്തിലേക്ക് അവയ്ക്ക് വേണ്ട തിരകളും ഞാൻ എടുത്തിട്ടു, മാഗസീനുകൾ. അങ്ങനെ എല്ലാം സെറ്റായി ഞാൻ എവിടെ ഇരുന്ന സമയം എൻ്റെ മനസ്സിലേക്ക് ഒരു ആശയക്കുഴപ്പം ഓടിയെത്തി. 12 ബോറിന്റെ റൈഫിൾ ഉപയോഗിച്ചാണോ അതോ എൻ്റെ കൈവശമുള്ള മൗൺസർ ഉപയോഗിച്ചു വേണോ ആ കടുവയെ വെടിവെച്ച് കൊല്ലുവാൻ? കുറച്ച് നിമിഷത്തേക്ക് ഞാൻ ആശയക്കുഴപ്പത്തിലായിപ്പോയി. എന്നിട്ടും വിവേകത്തോടെ ഞാൻ ഒരു നിമിഷം കൂടി അതിനെപ്പറ്റി ചിന്തിച്ചു. 2 തോക്കുകളുടെ ഗുണങ്ങളെയും പോരായ്മകളെയും തമ്മിൽ ഞാൻ കമ്പയർ ചെയ്തു. ഒടുവിൽ ഞാൻ 12 ബോർ തന്നെ തിരഞ്ഞെടുക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, 1981 ഞാൻ ആദ്യമായി കൊന്ന ആ കടുവ, അത് തന്നെയാണ് ഇതിൻ്റെ ഉത്തരവും. അന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് മുസ്തഫയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മുസ്തഫയാണ് എനിക്ക് എൻ്റെ റൈഫിളിൻ്റെ മുകളിൽ ആദ്യമായി ടോർച്ച് ഘടിപ്പിച്ച് തന്നതെന്ന്. ആ രാത്രി ഞാൻ ഇന്നും ഓർക്കുന്നു. അന്ന് ഒരു തണുപ്പുള്ള രാത്രിയായിരുന്നു. ഞാനും മുസ്തഫയും ഇതുപോലെ തന്നെ ഒരു വലിയ മരത്തിൽ മച്ചാനുണ്ടാക്കി അതിന്മേൽ ഇരിക്കുകയായിരുന്നു. ഉറക്കം എൻ്റെ കണ്ണുകളെ വല്ലാതെ തളർത്തി കഴിഞ്ഞിരുന്നു. എങ്കിലും ഉറങ്ങാതെ ഞാൻ അവൻ്റെ വരവിന് വേണ്ടി അങ്ങനെ കാത്തു നിന്നു. ഏത് നിമിഷവും അവൻ അവിടേക്ക് കടന്നു വന്നേക്കാം. എൻ്റെ കണ്ണുകളെ ഉറക്കം വല്ലാതെ തടസ്സപ്പെടുത്തുന്നുണ്ടായിരുന്നുവെങ്കിലും മുസ്തഫയ്ക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല. അദ്ദേഹം ചുറ്റുപാടും തൻ്റെ കണ്ണും കാതും പ്രയോജനപ്പെടുത്തി ആ കടുവയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തുകയാണ്. തലേന്ന് രാത്രിയിലും ഞാൻ ഉറക്കം ഒഴിഞ്ഞതാണ്. രാവിലെ ആകട്ടെ എനിക്ക് ഉറങ്ങുവാനും സാധിച്ചില്ല. അതുകൊണ്ട് എൻ്റെ കണ്ണുകളെ എനിക്ക് തടുത്തു നിർത്തുവാനും ഇപ്പോൾ കഴിയാതായി. ശരീരം ഇപ്പോൾ ഒരു നല്ല വിശ്രമത്തിന് വേണ്ടി കീഴുകയാണ്. അതെനിക്ക് മനസ്സിലാക്കുവാനും സാധിക്കും. എന്നാൽ എൻ്റെ പരിമിതികളെയെല്ലാം ഞാൻ തരണം ചെയ്തുകൊണ്ട് എൻ്റെ റൈഫിൾ ഞാൻ എടുത്ത് തോളിലേക്ക് ഉയർത്തി വെച്ചു. ചുറ്റുപാടും എൻ്റെ തളർന്ന കണ്ണുകൾ കൊണ്ട് ഞാൻ ആ നരഭോജിയെ അപ്പോൾ തിരഞ്ഞു. ഞങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് അങ്ങ് അകലിൽ നിന്നും ആ കടുവ നടന്നു വന്നു. അക്ഷരാർത്ഥത്തിൽ ഞാൻ ഒരു നിമിഷത്തേക്ക് ആകാംക്ഷഭരിതനായി നിന്നുപോയി. മുസ്തഫ എന്നോട് പറഞ്ഞു, സാബ്, നിങ്ങൾ തിരയുന്ന ആ നരഭോജി ദോ അവിടെ കൂടെ പമ്മി പമ്മി നടന്നു വരുന്നുണ്ട്. കുറ്റിക്കാടുകളുടെയും ഇരുട്ടിന്റെയും നിഴൽ പറ്റിയാണ് അവൻ തൻ്റെ ഇരയിലേക്ക് അടുത്തുകൊണ്ടിരുന്നത്. അധികം വൈകാതെ തന്നെ അവൻ ചുറ്റുപാടും നല്ലപോലെ നിരീക്ഷിച്ച് തൻ്റെ ഇരയ്ക്കരികിലേക്ക് എത്തുകയും അതിനെ മിച്ചം വന്ന മാംസം വീണ്ടും ആഹരിക്കുകയും ചെയ്തു. മുസ്തഫയും ഞാനും ആ നിമിഷത്തിനു വേണ്ടി കാത്തു നിന്നു. ഞങ്ങൾക്ക് മുഖാമുഖമായി നിന്ന് അവൻ ആഹാരം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ റൈഫിൾ എടുത്തെൻ്റെ തോളിലേക്ക് ഉയർത്തി വെച്ചു. അതിനുശേഷം അതിൽ ഘടിപ്പിച്ചിരുന്ന ലൈറ്റിന്റെ ഭീം അവിടെ നേരെ തെളിയിച്ചു. ശക്തമായ പ്രകാശം അവൻ്റെ കണ്ണിനെ ഒരു നിമിഷത്തേക്ക് അഞ്ചിപ്പിച്ച് കാണണം. ആ സമയം മാത്രം മതിയായിരുന്നു എനിക്ക്. എൻ്റെ റൈഫിളിൽ നിന്നും ഉയർന്ന തിര അവൻ്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറി. അവൻ അപ്പോൾ തന്നെ മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ എനിക്കുണ്ടായ അനുഭവവും സന്തോഷവും ഒന്നും പറഞ്ഞറിയിക്കുവാൻ പറ്റുന്നതിനും അപ്പുറമാണ്. സന്തോഷം കൊണ്ട് എനിക്ക് വികാരം അടക്കുവാൻ സാധിച്ചില്ല. മുസ്തഫ എന്നെ ആലിംഗനം ചെയ്തു. മുസ്തഫയുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് ആ ഗ്രാമത്തെ മുഴുവൻ വിറപ്പിച്ച ഈ നരഭോജി കടുവയെ അന്ന് എനിക്ക് കൊല്ലുവാൻ സാധിച്ചത്. അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അതിൻ്റെ പേരിലാണ് ഇന്നും മുസ്തഫ എന്നെ സഹായിക്കുന്നത്. ഞാൻ ഈ കഥ തുടങ്ങിയപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാൻ എന്തുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ കൂടെ വരണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന്? അതെ, ഇത്രയും നല്ലൊരു പങ്കാളിയെ കിട്ടുവാൻ വളരെ പ്രയാസമാണ്. എൻ്റെ മനസ്സ് വായിച്ച് എനിക്ക് എന്താണ് വേണ്ടതെന്ന് ചിന്തിച്ച് അത് ചെയ്യുന്ന ഒരു പങ്കാളിയെ കിട്ടുവാൻ വളരെ പ്രയാസമാണ്. ഇദ്ദേഹത്തെ കണ്ടുമുട്ടിയത് ഒരു സമ്പത്തായാണ് ഞാൻ ഇന്നും കരുതുന്നത്. നമുക്കിനിയും നമ്മുടെ കഥയിലേക്ക് തന്നെ മടങ്ങിയെത്താം. പതിയെ രാത്രിയുടെ കട്ടി കൂടുവാൻ തുടങ്ങി. ഞങ്ങൾ ചുറ്റുപാടും കാതും കണ്ണും കൂർപ്പിച്ചു വെച്ച് ആ കടുവയുടെ വരവിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ സമയം അർദ്ധരാത്രി കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെയായി. കടുവ മാത്രം അവിടേക്ക് എത്തിയില്ല. ഞാനും മുസ്തഫയും
അടുത്ത 2 രാത്രികൾ സമാനമായ രീതിയിൽ തന്നെ ആ മച്ചാനിൽ ചിലവഴിച്ചു. ഞങ്ങൾ കെണിയായി ഒരുക്കിയ ആ കാട്ടുപന്നിയുടെ ശവശരീരം ആഹരിക്കുവാൻ വേണ്ടി അവൻ അവിടേക്ക് വരുമെന്നായിരുന്നു ഞങ്ങൾ കരുതിയിരുന്നത്. എന്നാൽ 2 രാത്രികൾ കഴിഞ്ഞിട്ടും ആ ശരീരം ഭക്ഷിക്കുവാൻ വേണ്ടി ആ കടുവ അവിടേക്ക് എത്തിയില്ല. ഞങ്ങളുടെ കാത്തിരിപ്പ് വെറുതെ ആയി തുടങ്ങി. ക്രമേണ ഞങ്ങൾ ആ വെടിവെച്ചിട്ട ആ കാട്ടുപന്നിയുടെ ശരീരം അഴുകുവാനും ചീയുവാനും ദുർഗന്ധം വമിക്കുവാനും തുടങ്ങി. പിന്നീട് ഞങ്ങൾക്ക് ആ മച്ചാനിൽ ഇരിക്കുവാൻ പറ്റാത്ത രീതിയിൽ ദുർഗന്ധം കാറ്റിൽ വീശിയടിച്ചു. ഞങ്ങൾ പതിയെ ഞങ്ങളുടെ ശ്രമം അവസാനിപ്പിച്ച് മച്ചാനിൽ നിന്ന് താഴെ ഇറങ്ങുകയും ഗ്രാമത്തിലേക്ക് പോകുകയും ചെയ്തു. ഞങ്ങളുടെ ശ്രമം അവസാനിപ്പിച്ച് കൃത്യം 1 ദിവസത്തിനപ്പുറം എൻ്റെ കാതിലേക്ക് മറ്റൊരു വാർത്ത വരികയുണ്ടായി. ഗ്രാമത്തിൻ്റെ അടുത്തുള്ള കൃഷിയിടത്തിൽ നിന്നും സാമാന്യം വലിപ്പമുള്ള ഒരു കന്നുകാലിയെ ആ കടുവ പിടിച്ചു എന്ന വാർത്തയായിരുന്നു എൻ്റെ കാതുകളിലേക്ക് എത്തിയത്. പിടിക്കുക മാത്രമായിരുന്നില്ല ചെയ്തത്, അവനെ ഭാഗികമായി ആഹരിക്കുക കൂടി ചെയ്തു. ആ നരഭോജിയായ കടുവയെ പിടിക്കുവാൻ വേണ്ടി ഞങ്ങൾ കൃത്രിമമായി നിർമ്മിച്ച കെണി എങ്ങനെയാണ് പാളിപ്പോയതെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു. വിശക്കുമ്പോൾ ഇരയ്ക്ക് വേണ്ടി ആ നരഭോജിയായ കടുവ പുറത്തേക്കിറങ്ങും. ജീവനുള്ളവയെ അവ കൊല്ലുകയും വലിച്ചിഴച്ചുകൊണ്ട് പോകുകയും ചെയ്യും. എന്നാൽ ഒരിക്കലും ഒരു നരഭോജിയായ കടുവ കൊന്നിട്ടിരിക്കുന്ന ജീവിയെ ആഹരിക്കുവാൻ വേണ്ടി തയ്യാറാകില്ല. അതൊരു പക്ഷേ കെണിയാണെന്ന് ആ കടുവയ്ക്ക് മനസ്സിലായേക്കാം. ഇതിൽ നിന്നും ഞാനൊരു പാഠം ഉൾക്കൊണ്ടു. ഇങ്ങനത്തെ കെണികൾ ഒരിക്കലും ഒരു നരഭോജിയെ പിടിക്കുവാൻ സഹായിക്കില്ല എന്ന സത്യം. എന്തായാലും ഞങ്ങളുടെ പഴയ ശ്രമം അവസാനിപ്പിച്ച് അവൻ പിടിച്ചുകൊണ്ടുപോയ കാളയുടെ പുറകെ പോകുവാൻ തന്നെ തീരുമാനിച്ചു. ട്രാക്കുകളെയെല്ലാം പിൻപറ്റിക്കൊണ്ട് അവൻ പിടിച്ചിട്ട കാളയുടെ അരികിലേക്ക് ഞങ്ങൾ ചെന്നു. പരിശോധന നടത്തുകയും ചെയ്തു. അതിൽ നിന്നും ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. അവൻ പിടിച്ചിട്ട കാളയുടെ പിൻകാലുകളിൽ നിന്നും വലിയൊരു കഷ്ണം മാംസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെയും വീണ്ടും 1981 മുൻ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചത് ഓർത്തു. കാളയുടെ ജഡത്തിൻ്റെ ബാക്കി ഭാഗം തിന്നുവാൻ വേണ്ടി അല്ലെങ്കിൽ ആഹരിക്കുവാൻ വേണ്ടി നരഭോജിയായ കടുവകൾ എപ്പോഴും തിരഞ്ഞെടുക്കുക സൂര്യാസ്തമയത്തിന് ശേഷം മാത്രമാണ്. ഇതെൻ്റെ മുൻ വേട്ട അനുഭവത്തിൽ നിന്നും ഞാൻ പഠിച്ച കാര്യങ്ങളാണ്. അവൻ പിടിച്ചിട്ട കാളയുടെ ശരീരം കിടക്കുന്ന ഭാഗം മുഴുവൻ ഞാനൊന്ന് പരിശോധിച്ചു. അതിനുശേഷം എനിക്ക് അവനെ പിടിക്കുവാൻ വേണ്ടി മച്ചാൻ കെട്ടുവാൻ പാകത്തിനുള്ള മരങ്ങൾ എവിടെയുണ്ടെന്ന് തിരഞ്ഞു. അങ്ങനെ അവസാനം ഞാനൊരു മരം കണ്ടെത്തുകയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗാർഡുകളോട് അവിടെ ഒരു മച്ചാൻ എനിക്കായി തയ്യാറാക്കാൻ ഞാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ ആജ്ഞാപന പ്രകാരം ഫോറസ്റ്റ് ഗാർഡുകൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു വലിയ മച്ചാൻ തയ്യാറാക്കി. ഞാനും മുസ്തഫയും ഒരു കയർ ഗോവണി വഴി മുകളിലേക്ക് കയറി. പഴയ പോലെ തന്നെ ഇക്കുറിയും എൻ്റെ 3 തോക്കുകൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. വീണ്ടും പഴയ പോലെ തന്നെ സൂര്യാസ്തമയത്തിന് ശേഷം ഞാനും അയാളും ആ കടുവയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങി. സമയം പതിയെ മുന്നിലേക്ക് നീങ്ങി. കൃത്യമായി പറഞ്ഞാൽ അത്രയും സമയം ഞങ്ങൾ ശരിക്കും ബോറടിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുസ്തഫയ്ക്ക് എന്തോ പന്തികേട് തോന്നി. അപ്പോൾ സമയം ഏകദേശം 10-15 കാണും. അദ്ദേഹത്തിന് ഞങ്ങളെ കൂടാതെ മറ്റേതോ ഒരു ജീവിയുടെ സാന്നിധ്യം മനസ്സിലായതുപോലെ തൻ്റെ കൈവശം ഉണ്ടായിരുന്ന 5 സെല്ലിൻ്റെ ടോർച്ച് മുറുക്കി പിടിച്ചു. എന്നെ ഒന്ന് നോക്കി എനിക്കൊരു സിഗ്നൽ നൽകി. അപ്പോൾ ഞാനും അത് കേട്ടു. ഏതോ ഒരു ജീവി അല്ലെങ്കിൽ മാംസഭോജി നേരത്തെ പിടിച്ചിട്ടിരിക്കുന്ന ആ കന്നുകാലിയുടെ അരികിൽ വന്ന് നിൽക്കുന്നുണ്ട് എന്ന കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം മാംസം കടിച്ച് വലിച്ചു കീറുന്ന ശബ്ദം വ്യക്തമായി തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നുണ്ട്. മുസ്തഫ തൻ്റെ കൈവശം കൊണ്ടുവന്ന ആ 5 സെല്ലിൻ്റെ ടോർച്ച് ആ കാളയുടെ ജഡം കിടക്കുന്ന ഭാഗത്തേക്ക് തെളിച്ചു. ഞാനും എൻ്റെ 12 ബോർ റൈഫിലിൻ്റെ മുകളിൽ ഘടിപ്പിച്ചിരുന്ന ടോർച്ചും ഒരേ സമയം തന്നെ അവിടേക്ക് തെളിച്ചു. ഞങ്ങൾ ഇരുവരുടെയും ടോർച്ചിൻ്റെ പ്രകാശത്തിൽ ഞാൻ വളരെ വ്യക്തമായി തന്നെ കണ്ടു ആ കാളയുടെ ജഡത്തിന് മുകളിലെ 2 തിളങ്ങുന്ന മഞ്ഞ കണ്ണുകൾ. അത്രയും മാത്രം മതിയായിരുന്നു എനിക്ക്. 1 ഇഞ്ച് ലക്ഷ്യമാക്കി എന്ന് വെച്ചാൽ ഞാൻ ആ കണ്ട സമയം കൊണ്ട് ആ കടുവയുടെ നെഞ്ചിൻ്റെ ഭാഗം എൻ്റെ മനസ്സിൽ കാണുകയും അത് രേഖപ്പെടുത്തുകയും അവിടേക്ക് എൻ്റെ റൈഫിൽ ചൂണ്ടുകയും ചെയ്തു. പിന്നെ ഒട്ടും സമയം ഞാൻ പാഴാക്കിയില്ല. എൻ്റെ 12 ബോർ റൈഫിലിൻ്റെ കാഞ്ചി ഞാൻ വലിച്ചു. അവൻ്റെ ഗർജനം ആ വനമേഖലയാകെ ഒന്നുകൂടി വിറപ്പിച്ചു. ഒരു ബീരങ്കിയുടെ ഷെൽ പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിൻ്റെ അതേ ധ്വനി തന്നെയായിരുന്നു
അപ്പോൾ അവിടെ ഉണ്ടായത്? അതിൻ്റെ ഉത്തരം വളരെ കൃത്യമായി തന്നെ ഞങ്ങൾക്ക് ലഭിച്ചു. കാരണം എൻ്റെ തിര ലക്ഷ്യം കണ്ടു എന്ന് എനിക്ക് മനസ്സിലായി. തിര തറച്ചു കയറിയപ്പോൾ ആ കടുവയുടെ ദയനീയമായ ഗർജനം അവിടെ അലയൊലി തീർത്തിരുന്നു. 1981 ഞാൻ എൻ്റെ ആദ്യ നരഭോജിയായ കടുവയ്ക്ക് നേരെ വെടിയുതിർത്തപ്പോഴും ഇതുപോലെ തന്നെ വിചിത്രവും ദയനീയവുമായ ഗർജനം ഞാൻ അവിടെയും കേട്ടിരുന്നു. ആ കടുവയുടെ ഭാഗത്തു നിന്നും ഉയർന്നു കേട്ട ആ രോദഗർജനത്തിൽ നിന്നു തന്നെ കാര്യം എനിക്ക് മനസ്സിലായി. എൻ്റെ തിര ആ കടുവയെ മാരകമായ രീതിയിൽ തന്നെ മുറിവേൽപ്പിച്ചു എന്ന്. ആ കടുവയെ ഇപ്പോൾ ആ വേദന ഭ്രാന്ത് പിടിപ്പിച്ചു. ഭ്രാന്ത് പിടിപ്പിച്ചവനെ പോലെ അവൻ മുരളുകയും ഗർജിക്കുകയും എല്ലാം ചെയ്യുകയാണ്. അവൻ്റെ ആ പിടച്ചിൽ അവസാനിപ്പിക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെ റൈഫിൽ അവന് നേരെ വീണ്ടും ചൂണ്ടി. എന്നാൽ എനിക്ക് കാഞ്ചി വലിക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. തോക്ക് സ്റ്റക്കായിരിക്കുന്നു. ആദ്യം വെച്ച വെടിയുടെ ഷെല്ല് അതിൽ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ്, സ്റ്റക്കായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കടുവയ്ക്ക് നേരെ വെടിയുതിർക്കുവാൻ സാധിക്കുന്നില്ല. ഞാൻ എൻ്റെ റൈഫിലിൻ്റെ ഹാമർ ഒന്നുകൂടി വലിക്കുകയും റിലീസ് ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് പഴയ ഷെല്ല് അവിടെ നിന്നും തെറിച്ചു പോയത്. എന്നാൽ അപ്പോഴേക്കും ഞാൻ ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്ന കടുവ അവിടെ നിന്നും ദൂരേക്ക് എവിടെയോ ഓടി മറഞ്ഞു കഴിഞ്ഞിരുന്നു. കാരണം അവൻ അങ്ങ് ദൂരേക്ക് ഓടി അകലുമ്പോഴും അവൻ്റെ ഗർജനം, മുരൾച്ച എന്നിവ കേൾക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. മുസ്തഫയും ഞാനും ആ വെടിയേറ്റ കടുവയുടെ പിന്നാലെ പോകുവാൻ തയ്യാറായില്ല. കാരണം വെടിയേറ്റ മൃഗം അത്യധികം അപകടകാരിയാണ്. മുസ്തഫ എന്നെ ഒന്ന് നോക്കി, ഞാൻ മുസ്തഫയും നോക്കി. ഞങ്ങൾ കണ്ണുകൾ കൊണ്ട് ആശയം കൈമാറി കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ഒരു പക്ഷേ തന്നെ വെടിവെച്ച അല്ലെങ്കിൽ തന്നെ ദേഹോപദ്രവം ചെയ്ത മനുഷ്യനെ ആക്രമിക്കുവാൻ അവൻ ഒരിക്കൽ കൂടി ഇവിടേക്ക് മടങ്ങിയെത്തിയേക്കാം. ഞങ്ങൾ അങ്ങനെ അവന് വേണ്ടി കാത്തിരുന്നു ആ മച്ചാനിൽ. നേരം പുലർന്നിട്ടും ആ കടുവ അവിടേക്ക് വന്നിരുന്നില്ല. നേരം പുലർന്നപ്പോൾ ഞാനും മുസ്തഫയും ഒടുവിൽ മച്ചാനിൽ നിന്നും താഴെ ഇറങ്ങുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ പതിയെ താഴേക്കിറങ്ങി. നമ്മൾ മുന്നേ പറഞ്ഞ ആ ഫാമിൻ്റെ ഉടമകളും കുറച്ച് ഗ്രാമീണരും പിന്നെ നമ്മളെ മച്ചാൻ കെട്ടാൻ സഹായിച്ച ഫോറസ്റ്റ് ഗാർഡുകളും അവിടേക്ക് എത്തിയിരുന്നു. തലേന്ന് അവർ വെടിവെച്ച കേട്ടുവെന്നും എന്താണ് സംഭവിച്ചതെന്നും അറിയാനുള്ള തിടുക്കത്തിലും ആകാംക്ഷയിലുമായിരുന്നു അവർ അവിടേക്ക് എത്തിയത്. ഞങ്ങൾ പതിയെ ആ കടുവ നേരത്തെ പിടിച്ചിട്ട് ഭാഗ്യമായി ഭക്ഷിച്ച ആ കന്നുകാലിയുടെ അരികിലേക്ക് നടന്നു. ആ കന്നുകാലിയുടെ അരികിൽ നിന്നും ഏകദേശം 30 മീറ്റർ അകലെയുള്ള ഒരു കുഴിയിലേക്ക് ഒരു രക്തപാത കടന്നു പോകുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങൾ പതിയെ ആ ട്രാക്ക് പിൻപറ്റി ആ കുഴിയുടെ അരികിലേക്ക് എത്തി. അതൊരു കിടങ്ങായിരുന്നു. ആ കിടങ്ങിൻ്റെ അടിയിൽ ഞാൻ വളരെ കൃത്യമായി തന്നെ കണ്ടു ചോര വാർന്നൊഴുകി കിടക്കുന്ന അനക്കമില്ലാത്ത ഒരു കടുവയുടെ ശരീരത്തെ. കൃത്യമായി തന്നെ എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ നെഞ്ചിലേക്ക് ആ തീരെ തറച്ചു കയറിയതും അവിടെ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നതും. കൃത്യമായി പറഞ്ഞാൽ നിറയൊഴിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 4 മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ കൂടെ അവിടേക്ക് വന്ന ആളുകൾക്ക് വളരെയധികം സന്തോഷമായി. അവരെന്നെ കെട്ടിപ്പിടിക്കുകയും ആഹ്ലാദ നൃത്തം വയ്ക്കുകയും ചെയ്തു. ചാത്പായ് വനമേഖലയിലെ ഗ്രാമീണനെയും ആളുകളെയും ആക്രമിച്ചു കൊണ്ടിരുന്ന നരഭോജിയായ കടുവയുടെ കഥ ഇവിടെ തീർന്നിരിക്കുന്നു. ഞാൻ ആ കടുവയെ ഒന്ന് വ്യക്തമായി പരിശോധിച്ചു. ആ പരിശോധനയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് പ്രായാധിക്യമാണ് ഈ കടുവയെ ഒരു നരഭോജിയാക്കി തീർത്തതെന്നാണ്. കാരണം അവൻ്റെ കൈകളിലെ നഖങ്ങൾ പലതും ഒടിഞ്ഞിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വനത്തിലെ ലഭ്യമായിരിക്കുന്ന കാട്ടുപന്നിയെയും മാനുകളെയും ഒന്നും ഓടിച്ച് വേട്ടയാടുവാൻ അവന് സാധിക്കില്ല. താരതമ്യേന അവനേക്കാൾ അശക്തനായ മനുഷ്യരെ മാത്രമാണ് അവൻ ഇരയാക്കുവാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അവർ വളർത്തുന്ന വളർത്തുമൃഗങ്ങളെ. അങ്ങനെ 1988 ഞാൻ എൻ്റെ രണ്ടാമത്തെ നരഭോജിയായ കടുവയും വെടിവെച്ച് കൊന്നിരിക്കുന്നു. ഞാൻ നമ്മുടെ കഥയുടെ ഇടയിൽ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ അത്രയ്ക്കും വലിയ കേമനായ ഒരു വേട്ടക്കാരനൊന്നുമല്ല. മത്സരം വരുന്നത് ഒരു മൃഗവും മനുഷ്യനും തമ്മിലാണ്. മൃഗത്തിന് അവൻ്റെ ജീവൻ രക്ഷിച്ചേ മതിയാകുകയുള്ളൂ, എന്നാൽ മനുഷ്യർക്ക് അവൻ്റെ ജീവൻ എടുത്തേ മതിയാകുകയുള്ളൂ. ഞാൻ കഥയ്ക്കിടയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, എനിക്ക് വിജയഗാഥ മാത്രമല്ല ഉണ്ടായിരിക്കുന്നത്, നിരവധി പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.